ഹേ ഗൈസ് വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറേ ദിവസമായില്ലേ വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ക്രിസ്മസിന് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്രിസ്മസ് ലീവിന് പോയതാണ്. ഇപ്പോൾ ലീവ് കഴിഞ്ഞിട്ട് ഒരു മാസമൊക്കെ ആവാനായി. എന്നാലും എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഇപ്പോഴാണ് ഒരു സമയം കിട്ടിയത്. അതാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മാമൻ്റെ കുട്ടികളും ഞങ്ങളും അങ്ങനെ എല്ലാവരും പാടെ ഒന്നുണ്ട് പെട്ടെന്ന് പോയതാണ്. ഞങ്ങൾ കുറച്ച് ലോങ് പോകണമെന്ന് കരുതിയത് തന്നെയാണ്. പക്ഷെ അതിന് ഞങ്ങൾക്ക് ടൈം കിട്ടിയില്ല. അതാണ് പിന്നെ ഞങ്ങളിങ്ങനെ ചെറിയൊരു ട്രിപ്പ് പോയത് കേട്ടോ. അപ്പോൾ ഇത് പടപ്പറമ്പ് ഒരു പാർക്കാണ് തോന്നുന്നു. എന്തോ പാർക്കിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. പാർക്കൊക്കെ കയറണമെന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഞങ്ങൾ കരുതിയില്ല ആ പാർക്കിലേക്കാണെന്നുള്ളത്. ഞങ്ങൾ എങ്ങോട്ടാന്ന് തീരുമാനിക്കാതാണ് പോവുന്നു. അങ്ങനെ കയറിയൊരു പാർക്കാണ് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ പേരും എവിടെ കറക്റ്റ് എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. പെട്ടെന്ന് അന്ന് ഞാൻ ഇങ്ങനെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ. അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഒരു പ്ലാനും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ആദ്യം ഞങ്ങൾ കടപ്പുറത്തേക്ക് പോകാമെന്ന് എഴുതിയത്. പിന്നെ കരുതി എപ്പോഴും കടപ്പുറത്തേക്കല്ലേ പോക്കുള്ളൂ. എൻ്റെ ടൂറിൻ്റെ വ്ളോഗ് നോക്കിയാൽ ഫുള്ള് കടപ്പുറക്കാരം. അങ്ങനെയാണ് ഞങ്ങൾ അത് മാറ്റിയത്. അങ്ങനെ ഞങ്ങൾ ലേസ് തിന്നാനെടുത്തപ്പോക്കും ഞങ്ങൾ അവിടെ പാർക്കിലെത്തിട്ടോ. അപ്പോൾ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ പോകാൻ തുടങ്ങി. വേഗം അവിടെ ഇറങ്ങി തിന്നു. എന്നിട്ടാണ് ഞങ്ങൾ പാർക്കിൽ കയറിയത്. അവിടെ ഒരാൾക്ക് കയറാൻ 70 രൂപയാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും 70 രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ റൈഡുകളുണ്ട്. അതായത് കുട്ടികൾക്ക് കുറച്ച് റൈഡുകളുണ്ട്. അതിൽ കയറണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം കേട്ടോ പൈസ. അതേപോലെ ഇവിടെ ഫാമിലി സ്വിമ്മിംഗ് പൂളുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള സ്വിമ്മിംഗ് പൂളുണ്ട്. അതിനൊക്കെ 50 റുപ്പീസ് നമ്മൾ വേറെ കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നല്ല വ്യൂ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ ഒരുപാട് പ്ലേസ് ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാനുണ്ട് തോന്നുന്നു. അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ അടിയിലുണ്ട്. ഞാനൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് എന്തായാലും. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നഴ്സറി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതലായിട്ട് കുട്ടികൾക്ക് ഒരു എൻജോയ്മെൻറ്റ് അതാണ് ഈ പാർക്കിലുള്ളത്. വലിയവർ വന്നാൽ പോസ്റ്റായിരിക്കും. അതായത് ഇന്ത്യയൊക്കെ പ്രായമുള്ളവർ ചിലപ്പോൾ പോസ്റ്റായിരിക്കാം. കാരണം നമ്മൾ കോട്ടക്കുന്നൊക്കെ പോകുമ്പോൾ നമുക്കും റൈഡ് ഉണ്ടായതുകൊണ്ട് നമുക്കൊരു എൻജോയ്മെൻറ്റ്. ഇത് വെറും കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ അവസാനം ഞങ്ങൾ ഊനാലൊക്കെ ആടി അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇവിടെയൊക്കെ എൻജോയ് ആക്കിട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നഴ്സറി അതിൻ്റെ ഉള്ളിൽ. പിന്നെ അടിയിലേക്കും നല്ല രസമുണ്ട്. ഒരു വേറൊരു വൈബ് തന്നെ. കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. ഇതിൻ്റെ പേരെന്താണ്? പപ്പലിയോന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ. ആ ബോർഡുമ്പോൾ കാണുന്നുണ്ട്. ഞാൻ പറയില്ല, ഞങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് അങ്ങോട്ട് പോയത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വലിയൊരു കളിക്കാനുള്ള ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും ഓപ്പൺ ആയിരുന്നില്ല. അതായത് ഇങ്ങനെ ഗൺ ഷൂട്ട് അങ്ങനത്തെയൊക്കെ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഓപ്പൺ ആയിരുന്നില്ല. പിന്നെ അപ്പുറത്തേക്ക് അടച്ചിരിക്കുന്നു കേട്ടോ. അവിടെയും എന്തൊക്കെ പുതിയത് വരുന്നുണ്ട് തോന്നുന്നു. ഇതാട്ടോ പേര് കറക്റ്റായിട്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ കുട്ടികളൊക്കെ അയിമൊക്കെ ഇരുത്തിയിട്ട് ഫോട്ടോസ് എടുക്കുകയായിരുന്നു. കുട്ടികൾക്ക് നല്ല രസമായിരുന്നു കേട്ടോ. എൻജോയ്മെൻ്റ് ആയിരുന്നു. മെയ്യും റിയാനും രാരീസും മോനൂസും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഓരൊക്കെ അതുമേ കയറി നല്ല അടിപൊളിയായി. അപ്പുറത്ത് ഫുഡ് കഴിക്കണതൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ കണ്ണൊക്കെ അവിടേക്കൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം എന്ത് ചെയ്തു, ഊനാലൊക്കെ നാടി. എല്ലാവരും ഇരുന്ന് ആടി കേട്ടോ. ആദ്യം ഒരു ടീം, അടുത്തതൊരു ടീം, അങ്ങനെ ഇരുന്ന് ഞങ്ങൾ ഊനാല കുറേ നേരം ആടി കേട്ടോ. കാരണം ഞങ്ങൾക്ക് അത്ര ഒന്നും ഇല്ല അതിൻ്റെ ഉള്ളിൽ കളിക്കാൻ. പിന്നെ ആദ്യം ഞങ്ങൾ കണ്ടത് ഈ ഊനാലയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കുറേ ഊനാലാടി. പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇരുന്ന് ഊനാലാടിയെന്ന് ഞങ്ങൾ ഫോട്ടോസ് എടുക്കാനായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. എന്നിട്ട് ഞങ്ങൾ കുട്ടികളെ പാർക്ക് പോവുകയാണ്. എനിക്ക് ഇതിൻ്റെ നിലം നല്ല ഇഷ്ടമായി കേട്ടോ. ആ ടൈൽസ് ഇട്ടിട്ട്, അതായത് ആ കട്ടിട്ടിട്ട് നല്ല രസമുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ പറയാനുള്ളത് സോന കോയമ്പത്തൂരിൽ നിന്ന് വന്നിരിക്കുന്നു കേട്ടോ. അതാണ് ഞങ്ങൾ പെട്ടെന്ന് ട്രിപ്പ് പോയത്. സോന ഏത് നിമിഷവും പോകാമെന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേഗം പോയതാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കുട്ടികൾ കളിക്കേണ്ടത്. അവിടെ എത്രയോ ഒരു ആൾക്കാരാണെന്നറിയോ. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇത്രയും ജനങ്ങളൊക്കെ ഈ ഒരു പാർക്കിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ പാർക്ക് കേൾക്കുന്നതും കാണുന്നതും അറിയുന്നതും ഒക്കെ കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സ്വിമ്മിംഗ് പൂൾ. ഇതിൽ കുട്ടികൾക്ക് 50 റുപ്പീസ് കൊടുത്താൽ കയറാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പിന്നെ ഒന്ന് തിരിഞ്ഞാൽ പിന്നെ നമ്മൾ ആൾക്കാരെ കാണാണ്ടാവില്ല കേട്ടോ. അത്രയും തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ ഷാളും ഡ്രസ്സിൻ്റെ കളറൊക്കെ നോക്കിയിട്ടായിരുന്നു ഇങ്ങനെ കണ്ടുപിടിച്ചിരുന്നത്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു കാറിൻ്റെ റൈഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ മോനൂസിനെയും രാജീസിനെയും കയറ്റിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കുറച്ച് ഈ സൈഡിലാണ്. പിന്നെ ഞങ്ങളൊക്കെ കുറച്ച് നേരം ഊനാലാടി. ഞാൻ റിയാൻ്റെ ഇപ്പുറത്ത് ഇരുന്നിട്ടും ഞാൻ കുറച്ച് നേരം ആടിയിട്ടുണ്ട്.
എനിക്ക് ഊനാല കിട്ടിയപ്പോൾ കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ. പിന്നെ ഒരു ഗുഹ പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അതിൽക്കൂടെയൊക്കെ ഞാനും സോനയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ലാസ്റ്റ് ഞങ്ങൾ പോയത്. ആദ്യം ഞങ്ങളിങ്ങനെ മടിച്ചിരിക്കുന്നു, കാരണം കുട്ടികളുടെ പാർക്കാണല്ലോ. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടാവും, എന്തായാലും കാണിക്കാം. അപ്പോൾ രാജീസ് മറ്റേ ഇതുമ്മ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി എന്തായാലും ഞാനിവിടെ സോങ് കൊടുക്കാം കേട്ടോ.
അങ്ങനെ പിന്നെ 7:30 ആയപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുറേ പേര് പിന്നെയും പോന്നിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ആ 70 രൂപ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കാം. പക്ഷെ ഞങ്ങൾ കുറച്ച് സമയമായപ്പോഴാണ് പോന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇത് പറമ്പാണ് ലൊക്കേഷൻ വരുന്നതെന്ന് തോന്നുന്നുണ്ട്. കറക്റ്റായിട്ട് എനിക്ക് അറിയൂല. പോയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഞാൻ ലാസ്റ്റ് പപ്പിലിയോ വണ്ടർലാൻഡ് അങ്ങനെയാണ് അതിൻ്റെ പേര് വരുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എന്നിട്ട് അതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.